കൂടാതെ ഒരു അപ്രീലിയ പ്രേമികളായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു കിടുക്കാച്ച അപ്രീലിയ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു അപ്രീലിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ലൈക്ക് ബട്ടൺ ഷെയറൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ തമ്മിലുള്ള അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് ഇതിന് എഴുതിയിട്ടുണ്ടാവട്ടെ. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ കണ്ണടയൊക്കെ വെച്ച പോലെ കിഡായിട്ടിരിക്കണ ഈ അപ്രീലുകളുടെ വിശേഷങ്ങളാണ്. 2022 മോഡലാണ് കേട്ടോ. അപ്പോൾ അധികം പഴക്കമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈൻ, നല്ല സ്റ്റൈൽ ആൻഡ് കളർ അല്ലേ. അപ്രീലിയ അറിയാം സാധാരണ മൈലേജ് നോക്കി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയല്ല. കാരണം ഇതുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് റേസർ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അടിച്ച് മിന്നിച്ച് പോകാൻ നല്ല സ്പീഡും നല്ല പവറും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഈ അപ്രീലിയ. 2022 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. വേറെ പെയിൻറ്റിങ്ങിൻ്റേതായിട്ട് വേറെ പ്രത്യേകിച്ച് മോശം എന്ന് പറയാനായിട്ട് ഇത് ഈ വൈസറിൻ്റെ ഇവിടെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. വേറെ ഇതുമൊന്നും കാര്യമായിട്ട് തന്നെ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ മറ്റോ ഒരു ബ്ലാക്ക് കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഒരു സംഭവമുണ്ട്, ഇത്രേ ഉള്ളൂ. പിന്നെ ഈ വൈറ്റുമേക്ക് വരുമ്പോൾ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും കാണാനില്ല. ചെറിയൊരു സംഗതി ഇതിവിടെ എന്തോ ഒരു ടച്ചപ്പ് ചെയ്ത പോലെ ഒരു എനിക്ക് ഫീലാവുന്നുണ്ട്. അത് നിങ്ങൾ നേരിട്ട് വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് വേറെ അങ്ങനെ പെയിൻറ്റ് ചെയ്ത പോലെ ഒന്നും തോന്നുന്നില്ല. നല്ല ചെറിയ അങ്ങനെ ഒരു മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലോങ്ങിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ലുക്കാണ് ഇതിനുള്ളത്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. 2022 മോഡലിന് അത്ര ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനില്ല. ഇവിടെയൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോം 3V ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സ്റ്റിക്കറുകൾ അടിച്ച് വെച്ചിട്ടുണ്ട് കമ്പനിയുടെ. ഇവിടെ നിന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോഴും പ്രശ്നമൊന്നുമില്ല. ഈ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഫുൾ കവേഡാണ്. പെയിൻ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നല്ല വൃത്തിയുണ്ട്. പിന്നെ ഇത് ഇവിടെ മാത്രം കുറച്ച് അഴുക്ക് കാര്യങ്ങൾ പറ്റി തോന്നുന്നത് വേണ്ട. ഇത് പിന്നെ മിക്കവാറും ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഗ്രാബ് റെയിൽ ബാക്കിൽ ടൈൽ ലാമ്പൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ചെറിയ ഇൻഡിക്കേറ്റർ LED ഇൻഡിക്കേറ്ററുകളാണ്. നല്ല നമ്പറാടാ 0074. ഇനി ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ നിന്നൊരു പ്രശ്നങ്ങളൊന്നും കാണില്ല. സൈലൻസറിൻ്റെ അവിടെ നോക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഈ ഭാഗങ്ങളേക്ക് ഒന്നും കൂടി ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ സ്റ്റിക്കറൊന്നും ഒരു കാര്യം വരും കുഴപ്പമില്ല. ഇവിടെ വീണതിൻ്റെ ചെറിയ പാട് ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി ഈ ഭാഗം നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത്. ഇവിടെ വീണതിൻ്റെ ഒരു ചെറിയ സ്ക്രാച്ച് കാണാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവിടെയും പോയിട്ടുണ്ടാവുക. അതാണ് ഇവിടെയും സ്ക്രാച്ച് വന്നിട്ടുണ്ടാവുക. ഈ സൈഡിലേക്ക് വലതുവശത്തേക്ക് ഒരു പക്ഷേ എപ്പോഴും ഇങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇനി ഓടിയ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലെ ഡാഷ്ബോർഡൊക്കെ അടിപൊളിയാണ്. നല്ല കളറുണ്ട്. ഒന്നും നരച്ച് പോയിട്ടൊന്നുമില്ല. മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആകെ ഓടിയത് 16,842 കിലോമീറ്റർ മാത്രമാണ്. പകുതി ഡിജിറ്റലും പകുതി അനലോഗുമാണ്. അപ്പോൾ സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു കിടുക്കാച്ച് വണ്ടി. അപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത്. ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50% മുകളിൽ ഫ്രണ്ട് ടയറുണ്ട്. ബാക്ക് ടയർ 90% അടുത്തുണ്ട്. നല്ല കട്ട ടയറാണ് ഇരിക്കുന്നത്. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്, പവർഫുള്ളാണ്. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതും നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ആളോട് പറയാം എനിക്ക് ലോൺ വേണമെന്നുള്ളത്. ലോൺ എപ്പോഴും സിവിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ് എന്നുള്ള കാര്യം കൂടി മറക്കരുത്. ഇനി ഇതിനെ വില പറയുന്നത് വെറും 69,000 രൂപ മാത്രമാണ്. വെറും 69,000 രൂപയ്ക്ക് ഇനി നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ സിവിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും 90-95% വരെ നിങ്ങൾക്ക് ലോൺ ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. ഇൻഷുറൻസ് പറയേണ്ടല്ലോ 2027 വരെ ഇൻഷുറൻസ് ഉണ്ടാവും. പൊല്യൂഷൻ പുതിയതാണ് എടുത്തു തരിക, പേരിലേക്ക് മാറ്റി തരും. 69 രൂപയാണ് പറയുന്നത്. ചെറിയ രീതിയിലൊക്കെ വില പേശിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക, വന്ന് ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വില പേശിനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോൺ വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.